നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുനാഗപ്പള്ളിയിലെ കൊടും ക്രൂര കൊലപാതകം നമ്മുടെ മനസ്സിൽ നിന്നുമായില്ല. അതുണ്ടാക്കിയൊരു ഭീതി, പ്രദേശത്തുണ്ടാക്കിയൊരു ഭീതി അത് വലുതാണ്. കരുനാഗപ്പള്ളിയിലെ കൊലപാതകങ്ങൾക്ക് ശേഷം സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക മാധ്യമങ്ങളുടെ പ്രകോപനപരമായ പ്രചാരണങ്ങൾ നടത്തിയ സംഭവത്തിൽ കൊല്ലം സിറ്റി പോലീസ് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. കരുനാഗപ്പള്ളിയിൽ മുൻവിരോധത്തിൽ യുവാവിനെ വെട്ടിക്കൊലർത്തിയ സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ശക്തമായ പോലീസ് നിരീക്ഷണമുണ്ട്. അതിനിടയിലാണ് 2 സംഘങ്ങൾക്കുമിടയിൽ വിദ്വേഷം വളർത്തുന്ന രീതിയിലെ ചില പ്രചാരണങ്ങൾ ഉണ്ടായത്. കൊല്ലം സിറ്റി സോഷ്യൽ മീഡിയ സെല്ലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലും സൈബർ പോലീസ് സ്റ്റേഷനിലുമായി ഇത്തരം പ്രചാരണം നടത്തിയതിന് ഓരോ കേസുകൾ വീതം രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മാർച്ച് 14 പകൽ 11:15 ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന കൊല്ലം പുതിയകാവ് ഭാഗത്ത് വെച്ച് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. അലുവ അതിൽ സഞ്ചരിച്ച വാഹനം കുഴിയിലേക്ക് വീഴ്ത്തി പിന്തുടർന്നെത്തിയ കാറിലുണ്ടായിരുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയതിനു പകരം വീട്ടിയതാണെന്നാണ് നിഗമനം. പക്ഷേ പിന്നീട് അന്വേഷണത്തിൽ മറ്റ് കുടിപ്പകകൾ കൂടി ഉണ്ട് എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ ഉണ്ടായി. ജിം സന്തോഷ് വധക്കേസിലെ മറ്റൊരു പ്രതിയായ മനുവിനും പരിക്കേറ്റിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി അതുൽ സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുന്നതിനിടെയാണ്, അതായത് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി അതുൽ സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. പകരം വീട്ടാൻ നടക്കുന്നവരോട് പറയാനുള്ളതെന്ന ക്യാപ്ഷനോട് അതുൽ പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. ഇൻസ്റ്റഗ്രാം റീലിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതുൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലഭ്യമല്ലാത്ത സാഹചര്യമാണ്. പക്ഷേ ഈ റീലിന് താഴെ വന്ന കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം പ്രചരിക്കുന്നുണ്ട്. അതുലിന്റെ കൊലപാതകത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, ഗുണ്ടാ നേതാവ് ജിം സന്തോഷിന്റെ ചരമവാർഷിക ദിനത്തിൽ കരുനാഗപ്പള്ളിയിലെ വിവിധ ഇടങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ ഫ്ലെക്സുകൾ വച്ചിരുന്നു. നട്ടപ്പാതിര കാട്ടുതീ പോലെ കത്തുമ്പോൾ നീ സൂക്ഷിക്കണം, അന്നെന്റെ പ്രതികാരത്തിന്റെ തുടക്കമാണ് എന്നായിരുന്നു ഫ്ലെക്സിൽ പറഞ്ഞിരുന്നത്. ഈ മാർച്ചിലാണ് ജിം സന്തോഷിന്റെ ചരമദിനം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് 27 പുലർച്ചെയാണ് ജിം സന്തോഷ് എന്ന ഗുണ്ടാ നേതാവിനെ അമ്മയുടെ കൺമുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് അലുവ അതുലും സംഘവും. അതേസമയം അലുവ അതുൽ കൊലക്കേസ് പ്രതികളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി. 10 പ്രതികളുടെ വീട്ടിലാണ് ഒരേ സമയം റെയ്ഡ് നടത്തിയത്. കേസിലെ മുഴുവൻ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുഖ്യപ്രതി ഉൾപ്പെടെ കൃത്യത്തിൽ പങ്കെടുത്തവരും സഹായിച്ചവരുമായി 10 പേരെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ് അലുവ അതുലിൻ്റെതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കുകയാണ്. പക്ഷേ സന്തോഷ് വധത്തിന് അതുലിന്റെ കൊലപാതകവുമായി ഒരു തരത്തിലും ബന്ധമില്ല എന്നൊരു നിഗമനത്തിൽ പോലീസ് ഒരു ഘട്ടത്തിൽ എത്തിയിരുന്നു. സന്തോഷ് വധത്തിന് ശേഷം കടുത്തൂർ സംഘത്തിലെ അനീർ എന്നയാളെ ആക്രമിച്ചതിലെ പ്രതികാരമാണ് കൊലപാതകത്തിന് ആധാരമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്ത് ഗുണ്ട ആക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത ജാഗ്രതയിലാണ് പോലീസ്. എന്തായാലും കരുനാഗപ്പള്ളി പുതിയകാവിൽ വെച്ച് നടന്ന പട്ടാപ്പകൽ നടന്ന ക്രൂര കൊലപാതകം, ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ജിം സന്തോഷ് വധക്കേസിലെ മറ്റൊരു പ്രതിയായ കുക്കു എന്ന് വിളിക്കുന്ന മനു വാഹനത്തിലുണ്ടായിരുന്നു. മനുവാണ് വാഹനം ഓടിച്ചത്. 4 പ്രതികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കാണ് കൂടുതൽ വെട്ടിയത്. തലയോട്ടി പിളർന്നതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. കൈക്ക് വെട്ടേറ്റ മനു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാത്രമല്ല, ഇതിനിടയിൽ അലുവ അതുൽ വധവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി അലുവ അതുലിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. സംഭവത്തിൽ കൊലയാളികളും പോലീസും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന വിവിധ രേഖകൾ ഉണ്ടെന്നുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്നും അതുലിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 7 ജാമ്യത്തിലിറങ്ങിയ അതുൽ സുഹൃത്ത് കുക്കു എന്ന് വിളിക്കുന്ന മനുവുമായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട ശേഷം തിരികെ വീട്ടിലേക്ക് കാറിൽ വരുമ്പോൾ പോലീസ് സ്റ്റേഷന് 2 കിലോമീറ്റർ അകലെ വെച്ച് ആണ് ഈ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത്. കൊലയാളികൾക്ക് അതുൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന വിവരവും എത്തിയ ശേഷം തിരികെ പോകുന്ന വിവരവും വ്യക്തമായി കിട്ടിയിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. മിക്കപ്പോഴും കാർ ഓടിച്ചിരുന്ന അതുൽ കാർ ഓടിക്കാതെ സമീപ സീറ്റിലാണ് ഇരിക്കുന്നതെന്നും വ്യക്തമായ വിവരം കിട്ടിയതിനെ തുടർന്നാണ് കൊലയാളികൾ കാർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാറിന്റെ ഇടതുഭാഗത്ത് അതിലിരുന്ന സ്ഥാനത്ത് ആക്രമണം നടത്തിയതെന്ന് ഇവർ പറയുന്നുണ്ട്. ആക്രമണത്തിലെ മുഖ്യപ്രതി അനീർ മുൻപ് തന്നെ അതുലിന്റെ ബന്ധുവിനോട് അതുലിനെ കൊല്ലാൻ പോലീസിന്റെ സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞതായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലയ്ക്ക് സഹായം ചെയ്തു എന്ന് ആരോപിക്കുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസിന്റെയും പ്രതികളുടെയും ഫോൺ രേഖകളും പരിശോധിക്കണമെന്നും പ്രതികളെ പോലീസ് പിടികൂടിയതല്ലെന്നും മുൻ ധാരണ പ്രകാരം കീഴടങ്ങിയതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. വധഭീഷണി ഉണ്ടായിരുന്നിട്ടും അതുലിന് പോലീസ് സംരക്ഷണം നൽകിയില്ലെന്നും
നടത്തിയെന്നും അതുൽ കൊലക്കേസിൽ പോലീസിന്റെ പങ്ക് തെളിയിക്കുന്നതിന് നിയമ പോരാട്ടം നടത്തുമെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് ഈ ഒരു മുഴുവൻ പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തു എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത വ്യക്തമാക്കിയിരുന്നു. സംഭവം നടന്ന ഉടൻ തിരുവനന്തപുരം റേഞ്ച് DIG ഹിമചന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ സൗത്ത് സോണിലെ മുഴുവൻ പോലീസ് മേധാവികൾ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനത്തിലൂടെയാണ് 10 പ്രതികളെ വേഗത്തിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞതെന്ന് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ തെക്കതിൽ വീരപ്പൻ എന്ന് വിളിക്കുന്ന A. അനീർ, തഴവ കടത്തൂർ കരീപ്പള്ളി കിഴക്കതിൽ ബ്ലാക്ക് വിഷ്ണു എന്ന് വിളിക്കുന്ന K. വിഷ്ണു, കടത്തൂർ വലിയത് പടിഞ്ഞാറ്റതിൽ മണന നൌഫൽ എന്ന് വിളിക്കുന്ന A. നൌഫൽ, കടത്തൂർ കുന്നേൽ വടക്കതിൽ S. ഹുസൈൻ, കുലശേഖരപുരം പുന്നക്കുളം കുറവൻതറ കിഴക്കതിൽ തോമ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആഷിഖ്, കുലശേഖരപുരം കൊച്ചുവീട്ടിൽ ശങ്കരാടി എന്ന് വിളിക്കുന്ന S. ഷംനാഥ് എന്നിവരും ഇവർക്ക് സഹായികളായി പ്രവർത്തിച്ച തൊടിയൂർ പുലിയൂർ വഞ്ചി വടക്ക് റഹീം മൻസിലിൽ കഷണ്ടി ഫൈസൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ ഖാൻ, കടത്തൂർ ഫാത്തിമ മൻസിൽ N. അലി ഉമർ, തേവലക്കര തടത്തിൽ വീട്ടിൽ ഷിനു പീറ്റർ, കുലശേഖരപുരം കൊല്ലൻ്റെയത്ത് വീട്ടിൽ T. ആദിൽ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം വിധേയരാക്കി കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്തിരുന്നു. അതേസമയം കൃത്യത്തിന് ഉപയോഗിച്ച ഹരിയാന രജിസ്ട്രേഷനിലുള്ള കാർ തൊടിയൂർ ചെട്ടിയത്ത് മുക്കിലുള്ള ഒരു വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇവർ കടന്നു കളഞ്ഞ കാറും മാരകായുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിലെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരുന്നു. എന്തായാലും പ്രദേശത്ത് കർശന നിരീക്ഷണമുണ്ട്, വലിയ രീതിയിലുള്ള നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കുടിപ്പകയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള ആശങ്കയുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളികളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.